അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഹദീദിന്റെ വിശദീകരണ ക്ലാസ്സിലെ ഒന്നാമത്തെ ഭാഗമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ലഹു മുൽക്കുസ് സമാവാതി വൽ അർളി യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ശൈഇൻ അലീം. സൂറത്തുൽ ഹദീദ്, ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് എന്നാണ് അർത്ഥം. സൂറത്തുൽ ഹദീദ് 29 ആയത്തുകളാണ്. ഇത് മദീനയിൽ അവതരിച്ചതാണ്, അഥവാ ഹിജ്റയ്ക്ക് ശേഷം അവതീർണമായതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി പാരായണം ചെയ്യുന്ന സൂറത്തുകളിൽപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഹദീദ്. അഥവാ മുസബ്ബിഹാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുകളുണ്ട്. തസ്ബീഹിന്റെ വാക്കുകൾ കൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുകളാണ് മുസബ്ബിഹാത്ത്. ഇപ്പൊ സബ്ബഹ ലില്ലാഹി എന്ന തസ്ബീഹിന്റെ വാക്കുകൾ കൊണ്ടാണ് സൂറത്തുൽ ഹദീദ് ഇവിടെ തുടങ്ങുന്നത്. ഈ തസ്ബീഹിന്റെ വാക്കുകൾ കൊണ്ട് തുടങ്ങുന്ന മുസബ്ബിഹാത്തിൽപ്പെട്ട ഈ സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി ഓതാറുണ്ടായിരുന്നു. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഓതാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ മുസബ്ബിഹാത്തിൽ അഥവാ തസ്ബീഹിന്റെ പദങ്ങൾ കൊണ്ട് തുടങ്ങുന്ന ഈ സൂറത്തുകളിൽ ഒരായത്തുണ്ട്, ആ ആയത്തിന് 1000 ആയത്തുകളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന്. 1000 ആയത്തുകളേക്കാൾ പവിത്രമായ, 1000 ആയത്തുകൾ പാരായണം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ആയത്ത് ഈ മുസബ്ബിഹാത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ആയത്ത് ഈ സൂറത്ത് ഹദീദിൽ തന്നെയുണ്ട് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നു. വഹുവൽ അസീസുൽ ഹകീം. അവൻ അല്ലാഹു സുബ്ഹാനഹു തആല പ്രതാപിയും യുക്തിമാനുമാത്രേ. സബ്ബഹ തസ്ബീഹ് ചെയ്യുന്നു, പ്രകീർത്തിക്കുന്നു, ലില്ലാഹി അല്ലാഹുവിനെ, മാ ഫിസ് സമാവാതി ആകാശങ്ങളിലുള്ളതെല്ലാം. ആകാശങ്ങളിലുള്ളത്, ഈ മാ എന്ന ഇബാറത്ത് കൊണ്ട് ബുദ്ധിയുള്ളതും ബുദ്ധിയില്ലാത്തതും ജീവനുള്ളതും ജീവനില്ലാത്തതും അങ്ങനെ സർവ്വതും അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട്. വൽ അർളി ഭൂമിയിലും, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട്. വഹുവ അവൻ, അഥവാ അല്ലാഹു സുബ്ഹാനഹു തആല അൽ അസീസു പ്രതാപശാലിയാണ്, അൽ ഹകീമു യുക്തിമാനാണ്. അല്ലാഹു അജയ്യനും തന്ത്രജ്ഞനുമാണ് അല്ലാഹു തആല. അല്ലാഹു ചെയ്തു വെച്ചിട്ടുള്ള ഏത് കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിലൊക്കെ ചില യുക്തികളുണ്ടാവും, ചില തന്ത്രങ്ങളുണ്ടാവും. സുനഉല്ലാഹി ലാ യഖ്ലു അനിൽ ഹിക്മ. അല്ലാഹുവിന്റെ ഹിക്മത്തിനെ തൊട്ട് ഒഴിവായ ഒരു പ്രവർത്തനവുമില്ല. ഏതൊരു കാര്യത്തെ അല്ലാഹു സൃഷ്ടിച്ചാലും ആ സൃഷ്ടിപ്പിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ടാകും. അൽ ഹക്കീം യുക്തിമാനാണ്, തന്ത്രജ്ഞനാണ്. ആകാശഭൂമികളിലുള്ള സർവ്വതും അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ മൃഗങ്ങളായാലും പറവകളായാലും മത്സ്യങ്ങളായാലും മറ്റേതൊരു മിണ്ടാപ്രാണികളായാലും എല്ലാം അതിൻ്റെതായ രീതിയിലും സ്വഭാവത്തിലും അല്ലാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ഏതൊരു വസ്തുവും തന്നെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യാത്തതായിട്ടില്ല. അഥവാ ഏതൊരു വസ്തുവും അല്ലാഹുവിനെ സ്തുതിക്കലോടൊപ്പം തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു. അവരുടെ തസ്ബീഹ് നിങ്ങൾ ഗ്രഹിക്കുകയില്ല.
പക്ഷി മൃഗാദികളുടെ തസ്ബീഹുകൾ അതെങ്ങനെയാണെന്നൊരു പക്ഷേ നമുക്കറിയൂല, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവൂല, അല്ലെങ്കിൽ നമ്മളത് ഗ്രഹിക്കുകയില്ല. പക്ഷേ അവയെല്ലാം അല്ലാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കോഴി അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ആ കോഴിയെ അറുത്ത് തിന്നുന്ന മനുഷ്യന്മാരായ നമ്മൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുമുണ്ട്. ലഹു മുൽക്കുസ് സമാവാതി വൽ അർളി യുഹ്യി വയുമീത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അല്ലാഹുവിനാകുന്നു. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സർവ കാര്യത്തിനും കഴിവുള്ളവനാണ് അല്ലാഹ്. ലഹു അവനാണ്, അഥവാ അല്ലാഹുവിനാണ്, അല്ലെങ്കിൽ അല്ലാഹുവിൻ്റെതാണ് മുൽക്കുസ് സമാവാതി ആകാശങ്ങളുടെ ആധിപത്യം, ആകാശങ്ങളുടെ അധികാരം അല്ലാഹുവിനാണ്. വൽ അർളി ഭൂമിയുടെ, യുഹ്യി അവൻ ജീവിപ്പിക്കുന്നു, വയുമീതു അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു തആലയാണ് ജീവിപ്പിക്കുന്നവൻ, അല്ലാഹുവാണ് മരിപ്പിക്കുന്നവൻ. വഹുവ ആ അല്ലാഹു സുബ്ഹാനഹു തആല അലാ കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും എല്ലാ വസ്തുവിനും ഖദീർ കഴിവുള്ളവനാണ്. അല്ലാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണെന്ന് പറയുമ്പോൾ മുമ്പ് ഫിർഔൻ എന്ന് പറയുന്ന അഹങ്കാരിയായ രാജാവ് അയാളും പറഞ്ഞിട്ടുണ്ട് ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന്. എന്നിട്ട് അതിന് തെളിവായി കാണിച്ചത് എന്താണെന്നറിയോ? ജയിൽ പുള്ളികളായ 2 പേരെ കൊണ്ടുവരികയും ഒരാളെ വധിക്കുകയും മറ്റൊരാളെ വെറുതെ വിടുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരാളെ ജീവിപ്പിച്ചു മറ്റൊരാളെ മരിപ്പിച്ചു എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ജീവൻ നൽകുന്നവനും ആ ജീവൻ തിരിച്ചെടുക്കുന്നവനും അല്ലാഹുവാണ്. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. അവൻ ആദ്യനും അന്ത്യനും പ്രത്യക്ഷനും പരോക്ഷനുമാണ്. വഹുവ ബികുല്ലി ശൈഇൻ അലീം. അവൻ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയുന്നവനുമാണ്. ഹുവ അവൻ, അഥവാ അല്ലാഹു സുബ്ഹാനഹു തആല അൽ അവ്വലു ആദ്യനാകുന്നു, അഥവാ ഒന്നാമത്തവനാകുന്നു. അല്ലാഹുവിന്റെ മുമ്പ് ഒന്നില്ല. വൽ ആഖിറു അന്ത്യനുമാണ്, അവസാനത്തവൻ, അഥവാ അല്ലാഹുവിന് ശേഷം മറ്റൊന്നില്ല. തുടക്കമില്ല, അവസാനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തീർച്ചയായും അല്ലാഹുവാണ് ആദ്യത്തവൻ, അവന് മുമ്പ് ആരുമില്ല. അന്ത്യനും അല്ലാഹുവാണ്, അവന് ശേഷവും ആരുമില്ല. ഹദീസിൽ വന്ന ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുമ്മ അൻതൽ അവ്വലു, അല്ലാഹുവേ നീയാണ് ആദ്യത്തവൻ, ഫലൈസ ഖബ്ലക ശൈഉൻ നിനക്ക് മുമ്പ് ഒന്നുമില്ല. വ അൻതൽ ആഖിറു നീയാണ് അവസാനത്തവൻ, ഫലൈസ ബഅദക ശൈഉൻ നിനക്ക് ശേഷം മറ്റൊന്നുമില്ല. വ അൻതല്ലാഹിറു നീയാണ് പ്രത്യക്ഷവൻ, പ്രത്യക്ഷൻ നീയാണ്. ഫലൈസ ഫൗഖക ശൈഉൻ നിന്റെ മീതെ ഒന്നുമില്ല. വ അൻതൽ ബാത്തിനു ഫലൈസ ദൂനക ശൈഉൻ നീയാണ് പരോക്ഷനായുള്ളവൻ, അപ്പോൾ നിന്റെ അടിയിലായി ഒന്നും തന്നെയില്ല, നിന്റെ താഴെയായി ഒന്നും തന്നെയില്ല. വല്ലാഹിറു വൽ ബാത്തിനു പ്രത്യക്ഷനും പരോക്ഷനുമായ അല്ലാഹു തആല. അല്ലാഹുവിന്റെ മീതെ ആരുമില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അതിജയിക്കുന്നവനായിട്ട് ആരുമില്ല. അല്ലാഹുവിന്റെ താഴെയായി ആരുമില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നിയമത്തിനും നിയന്ത്രണത്തിനും വിധേയമല്ലാത്തതായിട്ട് ആരുമില്ല എന്ന്. എല്ലാം അല്ലാഹുവിന് കീഴൊതുങ്ങേണ്ടവരാണ്, അല്ലാഹുവിനെ അനുസരിക്കേണ്ടവരാണ്. ഈ ആയത്തുകളിൽ പറഞ്ഞ അല്ലാഹുവിന്റെ നാമങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ അഗാധമായി പറയാനും വിശാലമായി വിശദീകരിക്കാനുമുണ്ട്. എങ്കിൽ തന്നെയും ഈ വാക്കുകളുടെ പരമമായ അർത്ഥങ്ങളെക്കുറിച്ചും വ്യാഖ്യാനങ്ങളെക്കുറിച്ചും പറഞ്ഞു തീർക്കാനൊന്നും അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാനൊന്നും നമുക്ക് സാധ്യമല്ല. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ അധികരിപ്പിക്കട്ടെ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.